ഇന്ത്യ ഇപ്പോൾ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ഉണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങൾക്കടക്കം സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായി വളർന്ന് വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് മാത്രം എക്സ്ക്ലൂസീവായി എന്ത് ആയുധമുണ്ട് എന്ന് ചോദിച്ചാൽ പിനാക്ക മിസൈലാണ് ഇന്ത്യൻ സൈന്യത്തിന് എടുത്തു കാണിക്കാനുള്ളത്. ഈ മിസൈലിന്റെ പുതിയ വകഭേദങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ഇതിൽ ചങ്കിടിക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനുമാണ് എന്നുള്ളതാണ്. കാരണം മിസൈലുകളിൽ വെച്ച് തന്നെ ഏറ്റവും ഉഗ്രശേഷിയുള്ള ഒരു മിസൈലായി പിനാക്ക മിസൈൽ വിലയിരുത്തപ്പെടുന്നു. ഈ മിസൈലിന്റെ അതായത് വില കൂടിയ തന്ത്രപരമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ മിസൈലുകളെല്ലാം തന്നെ ഇറക്കുമതി നിർത്തി ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും പിനാക്ക മിസൈലുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഗൈഡഡ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് എന്നാണ് മനസ്സിലാവുന്നത്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി നിരവധി രാജ്യങ്ങൾ ഇത് ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കാനായി നിരവധി രാജ്യങ്ങൾ മത്സരിക്കുന്നുമുണ്ട് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യം ഈ വർഷാവസാനം പിനാക്ക സംവിധാനം അവതരിപ്പിക്കുകയും നമ്മൾ ഇത് എക്സ്ക്ലൂസീവായി വിന്യസിക്കുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. പോരാത്തതിന് ഇത് അതിൻ്റെ ഫയർ പവർ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പീരങ്കികൾക്ക് ഒരു പുതിയ ഒരു ഉണർവ് നൽകുകയും ഈ പിനാക്ക സംവിധാനം നൽകും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും വമ്പൻ ഭീഷണിയായി പിനാക്ക മിസൈലുകൾ നമ്മൾ അതിർത്തിയിൽ വിന്യസിക്കും, ഈ സംവിധാനം നമ്മൾ അതിർത്തിയിൽ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ്. ഒരു തന്ത്രപരമായ നീക്കത്തിൽ ഇന്ത്യൻ സൈന്യം ഉയർന്ന വിലയുള്ള തന്ത്രപരമായുള്ള മിസൈലുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങി നമ്മുടെ പിനാക്ക ഈ മിസൈൽ സംവിധാനത്തിലെ പൂർണ്ണമായും ആശ്രയിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനായി പിനാക്ക സീരീസ് വിപുലീകരിക്കാനാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനം. കുറഞ്ഞത് 2 പുതിയ വേരിയന്റുകളെങ്കിലും വികസിപ്പിക്കാനും RDOയുടെ സാക്ഷ്യ പത്രം ലഭിച്ചിട്ടുണ്ട്. ഈ 2 വേരിയന്റുകളിലും നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഈ മിസൈലുകൾ ഉണ്ടാകും. 2 ദീർഘദൂര പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യൻ സൈന്യം അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ പേലോഡ് വെടിവെക്കാനും നിലവിലുള്ള ലോഞ്ച് പ്ലാറ്റ്ഫോമുകളുമായുള്ള അനുയോജ്യത ഉറപ്പാക്കാനും ശത്രുപ്രദേശത്ത് ആഴത്തിൽ ആക്രമണം നടത്താനും സൈനിക ഹാർഡ്വെയറും സജ്ജീകരണങ്ങളും നശിപ്പിക്കുവാനും ഇന്ത്യൻ സൈന്യം 300 കിലോമീറ്റർ വേരിയന്റിനായി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അത് അംഗീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പോരാത്തതിന് ഗൈഡഡ് പിനാക്കയുടെ ചില പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഗൈഡഡ് പിനാക്ക വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുടെ തദ്ദേശീയ പീരങ്കിപ്പടയുടെ ശേഷിയിലും ഈ സംവിധാനം ഒരു സുപ്രധാന കുതിച്ചുചാട്ടം നടത്തുമെന്നുള്ളതാണ്. വിവിധ ഫീൽഡ് ഫയറിംഗ് ശ്രേണികളിലുടനീളം 3 ഘട്ടങ്ങളിലായി സിസ്റ്റം കർശനമായി പരിശോധനയിലായി കടന്നുപോയ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് ഇത്. അതിനെ മെച്ചപ്പെടുത്തിയ ശ്രേണി, കൃത്യത, സ്ഥിരത എന്നിവ വലിയ രീതിയിലുള്ള മറ്റ് റോക്കറ്റ് ലോഞ്ചറുകളെ എല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 40 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു അൺഗൈഡഡ് റോക്കറ്റ് ലോഞ്ചറായി ആദ്യം വികസിപ്പിച്ച പിനാക്ക സംവിധാനം വർഷങ്ങളായി കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ പട്ടാളം അടക്കം അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.